ലോക ഫുട്ബോൾ കണ്ട ഏറ്റവും വലിയ റിവൽറിയാണ് നിലവിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ അർജന്റീന ബ്രസീൽ പോരാട്ടം. നിലവിൽ 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ അർജന്റീനയ്ക്ക് മുന്നിൽ സർവാധിപത്യം പുലർത്തിയിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ 2020 ശേഷം അങ്ങനെയല്ല. നിലവിൽ അർജന്റീനയ്ക്ക് മുന്നിൽ അടിയറവ് വെക്കുന്ന ബ്രസീലിനെയാണ് കാണാൻ സാധിക്കുന്നത്. മുമ്പ് അർജന്റീന ബ്രസീൽ പോരാട്ടങ്ങൾ വരുമ്പോൾ ബ്രസീൽ സർവാധിപത്യത്തോടു കൂടി വിജയിക്കുന്ന പല മത്സരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ 2019 ശേഷം ബ്രസീലിന് വിജയിക്കാനേ ആയിട്ടില്ല. ദിവസങ്ങൾക്കിപ്പുറം 2026 വേൾഡ് കപ്പ് അടുത്തെത്തുന്ന ഈ സമയത്ത് ഫാൻസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്: ആരുടെ സ്ക്വാഡാണ് ശരിക്കും കൂടുതൽ ശക്തം? നിലവിലെ ലോക ചാമ്പ്യന്മാരായ സ്ക്വാഡിനോട് കിടപിടിക്കാൻ ബ്രസീലിന് സ്ക്വാഡുണ്ടോ? ഹൈപ്പും ഫാൻസ് ഫൈറ്റും മാറ്റിവെച്ച് നമുക്ക് പ്യുവർ ഫുട്ബോൾ ലോജിക് ഉപയോഗിച്ച് നോക്കാം. അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം അവർ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു വളരെ ബാലൻസ്ഡ് ആയ ടീമാണ്. അതിന് ക്രെഡിറ്റ് നൽകേണ്ടത് സ്കലോണിക്കാണ്. അറ്റാക്ക് ലൈനിൽ ലൗതാരോ മാർട്ടിനസ്, ഹൂലിയൻ അൽവാരസ്, സിമിയോൺ, നിക്കോ ഗോൺസലസ്, പിന്നെ എക്സ്പീരിയൻസ് ആയ മെസ്സി കൂടി ചേരുമ്പോൾ എതിരാളികൾക്ക് മുന്നിൽ അർജന്റീനയുടെ അനായാസ ഗോളുകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ലൗതാരോയും ഹൂലിയൻ അൽവാരസും പോലുള്ള താരങ്ങൾ കൺസിസ്റ്റൻ്റായി അർജന്റീനക്കായി ഗോൾവല ചലിപ്പിക്കുന്നത് തന്നെയാണ് എതിരാളികളെ ഭയപ്പെടുത്തുന്നത്. 2022 ഖത്തർ വേൾഡ് കപ്പിന് മുമ്പ് ലൗതാരോ മാർട്ടിനസ് മിന്നും ഫോമിലായിരുന്നു. വേൾഡ് കപ്പിലെത്തിയപ്പോൾ അദ്ദേഹം നിറം മങ്ങി. പക്ഷേ അപ്പോൾ അവിടെ സൂപ്പർ സ്റ്റാർ ആകാൻ ലൗതാരോക്ക് പകരം ഹൂലിയൻ അൽവാരസിന് സാധിച്ചു എന്നതാണ് അർജന്റീനയെ ആ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ഗോളുകൾ അടിച്ചു കൂട്ടുകയായിരുന്നു ഹൂലിയൻ അൽവാരസ്. ഏത് വലിയ നിർണായക മത്സരത്തിലും ഗോൾ കോൺട്രിബ്യൂഷൻ നൽകുന്ന തരത്തിലുള്ള മുന്നേറ്റ നിരക്കാർ അർജന്റീനയ്ക്കുണ്ട് എന്നതാണ് ടീമിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന കാര്യം. നിലവിൽ ഹൂലിയൻ അൽവാരസും ലൗതാരോ മാർട്ടിനസും പിന്നെ ലിയോ മെസ്സിയുമെല്ലാം മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അറ്റാക്കിംഗ് സിസ്റ്റം സ്ട്രോങ് ആക്കും. ഇനി മിഡ്ഫീൽഡ് ഭാഗത്തേക്ക് നോക്കാം. എതിരാളികളിൽ നിന്ന് അർജന്റീനയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് കിടക്കുന്നത് അർജന്റീനയുടെ മിഡ്ഫീൽഡിലാണ്. എൻസോ ഫെർണാണ്ടസ്, മാക്കലിസ്റ്റർ, തിയാഗോ അൽമേഡ, റോഡ്രിഗോ ഡിപോൾ, ലിയാൻഡ്രോ പാരഡസ്, ജിയോവാനി ലോ സെൽസോ, മസ്റ്റൻഡാനോ എന്നീ തുടങ്ങി നിരവധി താരങ്ങളാണ് അർജന്റീനയുടെ മധ്യനിരയിലുള്ളത്. ടീമിന് വേണ്ടി ഏത് നിലക്കും കളി മാറ്റാൻ ശേഷിയുള്ള, പൊസിഷൻ ബിൽഡ് ചെയ്യാൻ ശേഷിയുള്ള സാരസമ്പന്നമായ മധ്യനിര അർജന്റീനക്കൊപ്പമുണ്ട്. സ്കലോണി വാർത്തെടുത്ത മധ്യനിര എന്ന് പറയാം. വർക്ക് റേറ്റ് കൊണ്ട് ടീം ഷേപ്പ് ഇൻഡക്റ്റായി സൂക്ഷിക്കുന്ന മറ്റൊരു മിഡ്ഫീൽഡർ മാസ്റ്ററോ വേറൊരു ടീമിലുമില്ല എന്നതാണ് അർജന്റീനയെ മറ്റുള്ള ടീമുകളിൽ നിന്നെല്ലാം വ്യത്യസ്തരാക്കുന്നത്. പ്രഷർ ബിൽഡ് ചെയ്ത് പന്ത് അതിവേഗം കൈക്കലാക്കുക എന്ന സ്കലോണിയുടെ തന്ത്രമാണ് പല മത്സരങ്ങളിലും കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കാറ്. ഇനി അർജന്റീനയുടെ ഡിഫൻസിനെ കുറിച്ച് നോക്കാം. ഏറ്റവും മോശം ഡിഫൻസ് ലൈൻ എന്ന് 2018 വേൾഡ് കപ്പിൽ കമന്റേറ്റർ പറഞ്ഞതിന് അതേ ടീമിനെ കൊണ്ട് തന്നെയാണ് 2022 വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ഡിഫൻസ് ലൈൻ എന്ന് കമന്റേറ്ററെ കൊണ്ട് പറയിപ്പിച്ച സ്കലോണിയുടെ മാസ്റ്റർ കെമിസ്ട്രി ഡിഫൻസ് ലൈനിൽ നടപ്പാക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒട്ടാമെൻഡി, പിന്നെ അഗ്രസീവ് ഡിഫൻസ് കളിക്കുന്ന ക്രിസ്ത്യൻ റൊമീറോ, പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസ്, ബലേഡി എന്നിങ്ങനെ സൂപ്പർ താരങ്ങൾ. അല്പം പരിക്കിൻ്റെ പിടിയിലാണ് എന്നതാണ് അർജന്റീനയെ ആശങ്കയിലാക്കുന്ന കാര്യം. ക്യൂട്ടി റൊമീറോ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് അർജന്റീന ആരാധകർ. വിങ്ങുകളിൽ മിന്നും ഫോമിലാണ് നിലവിൽ മൊളീനയും മോണ്ടിയേലും ടാഗ്ലിയഫിക്കോയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അർജന്റീനക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏത് നിർണായക സന്ദർഭങ്ങളിലും അർജന്റീനയെ രക്ഷിക്കാൻ ശേഷിയുള്ള എമിലിയാനോ മാർട്ടിനസിനെ പോലുള്ള ഗോൾ കീപ്പറും അർജന്റീനക്കുണ്ട് എന്നത് വളരെ വലിയ ആനുകൂല്യമാണ്. അർജന്റീനയുടെ മറ്റൊരു ഗോൾ കീപ്പറായ ഹുവാൻ മുസോയും മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ബ്രസീലിനെ നോക്കുകയാണെങ്കിൽ നിലവിൽ പുതിയ പരിശീലകനായ കാർലോ അഞ്ചലോട്ടിക്ക് കീഴിൽ വലിയ പ്രതീക്ഷയാണ് ബ്രസീലിന് മേൽ ആരാധകർ വെക്കുന്നത്. ഏറ്റവും പ്രത്യേകത, ലോകത്തെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള അറ്റാക്കിംഗ് സിസ്റ്റങ്ങളിൽ ഒന്നാണ് ബ്രസീലിനുള്ളത്. വിനീഷ്യസ് ജൂനിയർ, നെയ്മർ, റാഫീന, എൻട്രിക്ക്, റോഡ്രിഗോ എന്നിങ്ങനെ തുടങ്ങി ടാലൻറ്റഡ് ആയിട്ടുള്ള മുന്നേറ്റ നിരക്കാർ. ഏത് കളിയുടെ ഗതി മാറ്റിമറക്കാൻ ശേഷിയുള്ള ഇൻഡിവിജ്വൽ ടാലൻറ്റ് കൊണ്ട് സമ്പന്നമാണ് ബ്രസീലിൻ്റെ മുന്നേറ്റ നിര. പക്ഷേ നിലവിലുള്ള പ്രശ്നം എന്തെന്നാൽ അർജന്റീനയെ പോലെ ഒരു കെമിസ്ട്രി വർക്കാകുന്നില്ല എന്നതാണ്. നിലവിൽ ടീം വർക്കിനേക്കാൾ ഇൻഡിവിജ്വലിറ്റത്തോടെയാണ് ബ്രസീലിൻ്റെ മുന്നേറ്റ നിര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല താരങ്ങളും ഫോമിലേക്ക് ഉയർന്നാൽ ബ്രസീലിൻ്റെ അറ്റാക്കിംഗ് തേർഡിൽ അൺപ്രഡിക്റ്റബിലിറ്റി കാര്യങ്ങളാണ് നടക്കുക. അതുതന്നെയാണ് അവരുടെ ബിഗ്ഗസ്റ്റ് വെപ്പണും. മധ്യനിരയും ബ്രസീലിന് ഇൻഡിവിജ്വൽ ക്വാളിറ്റിയുള്ള ടീമാണ്. ബ്രൂണോ ഗിമെറസ്, ലുക്കാസ് പക്വേറ്റ, കസമീറോ, ആൻഡ്രി സാൻഡസ് തുടങ്ങി മിന്നും താരങ്ങൾ. ഇനി അറിയേണ്ടത് ആഞ്ചലോട്ടിക്ക് കീഴിൽ അവർ ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട് മിന്നും ഫോമിൽ കളിക്കുമോ എന്നതാണ്. നിലവിൽ മധ്യനിരയിൽ തീരെ കെമിസ്ട്രി വർക്കാകുന്നില്ല എന്നതാണ് ബ്രസീലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് പരിഹരിക്കാൻ ബ്രസീലിന് ഈ വേൾഡ് കപ്പ് കണ്ട് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.
ഇനി ബ്രസീലിൻ്റെ ഡിഫൻസ് ഭാഗത്തേക്ക് നോക്കാം. ആൻസലോട്ടിക്ക് കീഴിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്രസീലിൻ്റെ ഡിഫൻസ് ലൈനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ മാർക്കീനിയോസ്, അലക്സാൻഡ്രോ, വെസ്ലി, ഗബ്രിയേൽ, ബെരൽഡോ തുടങ്ങിയ മികച്ച താരങ്ങൾ ബ്രസീലിനൊപ്പമുണ്ട്. എങ്കിലും ഇവരുടെ ഫോമും ബാക്ക് ലൈനിലെ ലിങ്കിങ്ങുമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ നിലവിൽ അർജന്റീനയുടെ സ്ക്വാഡ് തന്നെയാണ് ബ്രസീലിനേക്കാൾ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അറ്റാക്കിംഗ് തേർഡിൽ മാത്രമേ നിലവിൽ അർജന്റീനയേക്കാൾ അല്പം സർവാധിപത്യം ബ്രസീലിന് കാണിക്കാനാകൂ. അതും അവർ ഫോമിലേക്ക് ഉയർന്നാൽ മാത്രം. പക്ഷേ അർജന്റീനയുടെ ടീം വർക്കിൻ്റെ മുന്നിൽ അതും മികച്ചതാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം അർജന്റീനയ്ക്ക് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ എപ്പോഴും ഫോമാകാറുണ്ട് എന്നത് അർജന്റീനയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നാൽ ബ്രസീലിനെ സംബന്ധിച്ച് അങ്ങനെ കാണാറില്ല. ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏത് ടീമാണ് ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ സാധ്യത? അർജന്റീനയാണോ ബ്രസീലാണോ? ഏത് ടീമാണ് മികച്ച ടീം സ്ട്രെങ്ത് ഉള്ളത്? എന്നിവയെല്ലാം നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.